എണ്ണ ഉൽപാദക രാജ്യങ്ങളിലെ പ്രധാന കൂട്ടായ്മകളായ ഒപെക്, ഒപെക് പ്ലസ് എന്നിവയിൽ നിന്ന് UAE ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ പിന്മാറി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. മെയ് 1 മുതൽ UAE സംഘടനകളുടെ ഭാഗമായിരിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. 59 വർഷത്തെ ബന്ധമാണ് ഇപ്പോൾ UAE ഉപേക്ഷിച്ച കടുത്തൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. സുലേഖ കൂടി ചേരുന്നുണ്ട്. സുലേഖ, ഇപ്പോൾ സുപ്രധാന തീരുമാനം എടുത്തിരിക്കുകയാണ്. 59 വർഷത്തെ ബന്ധമാണ് ഇത്തരത്തിൽ UAE ഉപേക്ഷിച്ചിരിക്കുന്നത്. കടുത്തൊരു തീരുമാനം തന്നെയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇപ്പോൾ നിലവിൽ ഏറ്റവും ശക്തമായിട്ടുള്ള എണ്ണയുടെ കൂട്ടായ്മയാണ് ഒപെക് എന്നറിയപ്പെടുന്നത്. 1960-ലാണ് ഈ ഒരു സംഘടന സ്ഥാപിക്കപ്പെടുന്നത്. ആ സംഘടനയിലെ തന്നെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു ശക്തിയായിരുന്നു UAE എന്നത്. എന്നാൽ ഈ ഒരു സ്വതന്ത്രമായി എണ്ണ ഉൽപാദനം നടത്തണം എന്ന രീതിയിൽ ഏപ്രിൽ 1 മുതൽ ഒപെക്കിൽ നിന്നും പിൻവാങ്ങുകയാണെന്ന് അവർ ഓൾറെഡി UAE വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് 1 മുതലാണ് ഈ ഒരു കാര്യം പ്രാബല്യത്തിൽ വരിക എന്നാണ് UAE പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ എണ്ണ ഉൽപാദനം നടത്തുക എന്നതാണ് UAE ഈ ഒരു പിന്മാറ്റത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു പിന്മാറ്റം ഏറ്റവും കൂടുതൽ ഈ ഒരു ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ഈ ഒരു പിന്മാറ്റം എന്നത് വളരെയേറെ തിരിച്ചടി നൽകുന്ന ഒരു തീരുമാനമായാണ് ഇപ്പോൾ അറബ് നാടുകളും അതുപോലെ തന്നെയുള്ള എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ സംഘടന വിലയിരുത്തുന്നത്. ഈ ഒരു UAEയുടെ പിന്മാറ്റം ഒപെക് സംഘടനയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഒപെക്കിലെ കൂടുതൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അറേബ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ റഷ്യയും ഉൾപ്പെടെയുള്ള 2016-ലാണ് ഒപെക് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന നിലവിൽ വന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ 2 സംഘടനയിൽ നിന്നും പിന്മാറ്റം ആണ് UAE പറഞ്ഞിട്ടുള്ളത്. സ്വതന്ത്രമായ എണ്ണ ഉൽപാദനം എന്ന ലക്ഷ്യമാണ് UAE ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഉമ, ശരി. എന്തായാലും ശ്രീലേഖയാണ് ആ വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും മെയ് 1 മുതൽ UAE സംഘടനകളുടെ ഭാഗമായിരിക്കില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് ഇത്തരമൊരു സുപ്രധാന തീരുമാനം എടുത്തിരിക്കുന്നതെന്നും UAE വ്യക്തമാക്കി.